മണ്ടോദരി മാം, സാധാരണ സിനിമകളിൽ യക്ഷികൾ വെള്ള സാരിയൊക്കെ കൊടുത്തിട്ടാണ് അപ്പിയർ ചെയ്യാറുള്ളത്. പക്ഷേ ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പം ചുവന്ന സാരി കൊടുത്ത യക്ഷിയും അതോടൊപ്പം തന്നെ ചില സീനുകളിൽ ജീൻസ് ഇട്ടിട്ടുള്ള യക്ഷിനെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഡാൻസ് സീക്വൻസ് ഒക്കെ കണ്ടിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം ചെയ്യാനായിട്ട് തീരുമാനിച്ചത്? ആക്ച്വലി വൈറ്റ് സാരി യക്ഷി എന്നൊക്കെ പറയുന്നത് ഒരു ക്ലീശയാണ് അല്ലേ? നമ്മള് ആരെങ്കിലും ഒരാൾ അതിനൊരു മാറ്റം കൊണ്ടുവരണമല്ലോ. അതെ, അപ്പൊ ആക്ച്വലി അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് മൊയ്തു സാറിന്റെ സജഷൻ ആയിരുന്നു അത്. അപ്പൊ അത് എങ്ങനെ വർക്കൗട്ട് ആവൂന്നൊക്കെ ഉള്ള ഒരുപാട് ചർച്ചകൾ വന്നു അല്ലേ സാറേ? അപ്പോ ഞങ്ങള് രണ്ടുപേരും ഒരുപോലെ സാറിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു. ലൈക്ക് എനിക്ക് തോന്നുന്നു ആ കോസ്റ്റ്യൂമിന് വേണ്ടി നമ്മള് ഒരു വെറൈറ്റി കൊണ്ടുവരാൻ വേണ്ടി ക്ലീഷേ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ആ കോസ്റ്റ്യൂമിന് വേണ്ടി കുറെ നാള് കളഞ്ഞിരുന്നു അല്ലേ സാറേ? നമ്മള് എൻ്റെ ഒക്കെ കുട്ടിക്കാലം മുതൽ കാണുന്ന സിനിമകളിലൊക്കെ യക്ഷികള് വെള്ളസാരിയാണ്. എന്തിനാ യക്ഷികൾക്ക് അങ്ങനെ ഒരു യൂണിഫോം എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഒരു മാറ്റം ഞാൻ പ്രൊഡ്യൂസറോട് ചോദിച്ചു, പ്രൊഡ്യൂസറെ നമുക്ക് കളർ മാറ്റാം, ഒരു വെറൈറ്റി യക്ഷി വരട്ടെ. പക്ഷെ അത് ആ പടം വരുമ്പോൾ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയുള്ള യക്ഷികളൊക്കെ ചോപ്പ് സാരി ആയിരിക്കും. സാർ എന്ത് കണ്ടന്റ് ആണ് ഇപ്പൊ യൂത്തിന് കൊടുക്കാൻ പറ്റുന്ന എന്ത് കണ്ടന്റ് ആണ് സാർ ഈ സിനിമയിലുള്ളത്? പറഞ്ഞില്ലേ? അല്ല, അതുകൊണ്ട് ഉണ്ണിസാരമുണ്ട്. പിന്നെ മനോഹരമായ 2 പാട്ടുകളുണ്ട്. ആ പാട്ടിൽ പ്രസൂണ്ടൊക്കെ ഡാൻസ് നിങ്ങൾ കാണണം. യക്ഷിയുടെ ഒരു ഡാൻസ് ഉണ്ട്. സ്വരൂപിന്റെ യക്ഷിയും അതായത് നമ്മുടെ നായകനും നായികയും തമ്മിൽ ഒരു ഡാൻസ് ഉണ്ട്. ആ ഡാൻസൊക്കെ യൂത്ത് ഏറ്റെടുക്കും, ഉറപ്പാണ്. പിന്നെ അങ്ങോട്ടുള്ള കാലത്ത് കോളേജ് തരംഗമായിരിക്കും ഈ പാട്ട് എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. സ്റ്റെപ്പ് വേണമെങ്കിൽ എടുക്കാം അവർക്ക്. അത് വേണ്ട. അപ്പം ഈ പടം എന്ന് പറഞ്ഞത് ലൈക്ക് നമ്മളെ പ്രൊഡ്യൂസർ സാറ് പറഞ്ഞല്ലോ, ഇതൊരു ടെക്നോളജിക്കൽ ഹിറ്റ് ആയിരിക്കും. ലൈക്ക് എനിക്കൊന്ന് മലയാള സിനിമയിലെ ആദ്യത്തെ ടെക്നോളജി മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. ടെക്നോളജിക്കൽ ഹിറ്റ് ആയിരിക്കും സാറേ. ട്രailer കണ്ടപ്പോ മണ്ടോദരി മാമിന്റെ ഒരു യശി ചിരിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നല്ലോ, ആ ചിരി ഒന്ന് ഞങ്ങൾക്ക് വേണ്ടിട്ട്. ഹിറ്റാണ് മണ്ടോദരി, ചിരിച്ചു കൊടുക്കും. ആക്ച്വലി എനിക്ക് ചുമയുള്ളതുകൊണ്ട് ശരിയാവും. ഹൊറർപ്പടം കണ്ടേ ടെൻഷൻ തുരു മാറിയില്ല. എന്ത് തേങ്ങയോടോ ഞാനത് കാട്ടിക്കൂട്ടി. എന്താ സംഭവിച്ചെന്ന് ഇപ്പം എനിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ആ ഉഗാണ്ട പടം അതേപോലെ എടുത്ത് ഇവിടെ ചെയ്തതാ. ഉഗാണ്ടയിൽ ആ പടം ഭയങ്കര വിജയമാണല്ലോ. ഇവിടെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഇവിടെ ഉഗാണ്ട ചെയ്തത് നല്ല സംവിധായകനാ, ബുദ്ധിയുള്ള സംവിധായകനാ. ഉഗാണ്ട സിനിമയിൽ ഒരു മാറ്റവും ഇനി വരുത്തിയിട്ടില്ല. അല്ല, വരുത്തിയെന്ന് ചോദിച്ചാൽ പിന്നെ ഇനി എന്തും എൻ്റെ ബായിന്ന് 90 കോടിയാ. ഇനി മനസ്സിലാക്കണോ, ഞാൻ അന്നേരെ പറഞ്ഞിട്ടുണ്ട് മൊയ്തൂക്കാന്ന് വിളിച്ച നാവുകൊണ്ട് എന്നെ കൊണ്ട് ഇനി. സാറേ, നമുക്ക് ഇതിൻ്റെ നഷ്ടം തീർക്കാൻ പെട്ടെന്ന് നമുക്ക് മറ്റൊരു പടം ചെയ്താലോ? പറയാറ്റി കഴിഞ്ഞാ മറ്റേ ബുൾഗാൻ താടി. എടാ, നീ എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ഡിഗ്രി വരെ. ഡിഗ്രി ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചോനാ. പടം പൊട്ടി എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോട്. എങ്ങനെയാണ്? ഇവിടെ പടം തുടങ്ങുന്നതിന് മുമ്പേ പടത്തിൻ്റെ അകത്തുള്ള ഗ്രാഫിക്സും സംഗതികളും തീർത്ത് ആൾക്കാരോടുള്ള ചാനലുകാരോട് തീർത്ത് വിളിച്ചു പറഞ്ഞാൽ പിന്നെ പടം പൊട്ടൂലോ? പൊട്ടൂലേ? സാർ, അത് സാറും പറഞ്ഞിട്ടുണ്ടല്ലോ, ആ പഴങ്കഞ്ഞിന്റെ കാര്യമൊക്കെ സാറും പറഞ്ഞല്ലോ. ഇവിടെ പഴങ്കഞ്ഞിന്റെ കഥ നിങ്ങൾ പറയുന്ന സമയത്ത് ആവേശത്ത് പറഞ്ഞു അല്ലേ? അതിന് കാരണങ്ങളല്ലേ? ഇവിടെ അമേരിക്കേൻ്റെ അകത്ത് മറ്റേ എന്തെന്നേനും പറയാ യക്ഷീൻ്റെ ഒരു പല്ലില്ലേ, അത് വാങ്ങിയ കാര്യം പറയാൻ വേണ്ടി ഇഞ്ഞൂടെ പറഞ്ഞിട്ടുണ്ടോ? എന്തിനാടെ വിളിച്ചു പറഞ്ഞേ? നായകനാ പറഞ്ഞ. നായകൻ പറഞ്ഞപ്പോ ഞാൻ എന്റെ നായകന്റെ കത്തിക്കും ഞാൻ പുൽക്കാൻ തടിയാണ്. ഇങ്ങോട്ടോക്കടോ, തിന്നാ എടുക്കിഞ്ഞി ഇത് കണ്ട് വെട്ട് കണ്ടിക്കിഞ്ഞി. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ ഞാൻ. ഡ്രഗ്സ് ഡീല്, കൊട്ടേഷൻ പണി, ഇതൊക്കെ ചെയ്തിട്ട് ഉണ്ടാക്കിയ പൈസയത് 90 കോടിയാ. 90 കോടിയായിട്ട് നടിപ്പിച്ച് നീ മനസ്സിലാക്കണം. നല്ലൊരു ചേലക്കോ വന്നിന് ഇവിടെ. ചേലക്കലേ മാറ്റി കളിയാ. എടാ, 2 ആളെ കൊന്നിട്ട് ജയിലിൽ പോയിട്ട് പുഷ്പം പോലെ ഇറങ്ങിപ്പോന്നെ. 2 ആളെ കൊന്നിട്ട് സത്യനെ കൊണ്ട് പടവും ചെയ്യിച്ചിട്ട് അടുത്ത പടം ചെയ്യണേ കൊട്ടേഷൻ ചെയ്യണം എനിക്ക്. അത് ഇന്നേ ഞാൻ കൊല്ലു. എന്റെ ജയിലിൽ പോയിട്ട് പുഷ്പം പോലെ ഇറങ്ങിപ്പോലും സത്യനെ കൊണ്ട് പടവും ചെയ്യും ഞാൻ.
ക്ഷമിക്കണം. കൂടെ ചെയ്യിക്കരുത്. എനിക്ക് പറഞ്ഞ മനസ്സിലായിക്കാ. ക്ഷമിക്കണം സാറേ, പറ്റിപ്പോയി. ഇവിടെ ഈ പടത്തിന്റെ പേരിൽ എന്തെല്ലാം ഞാൻ എൻ്റെ അടുത്ത് എത്ര പൈസ നീ തട്ടിക്കൂടെ എൻ്റെ അടുത്ത്? ഇന്റെ ഓളെ പ്രസവത്തിന്റെ പൈസ വരെ ആസ്പത്രിക്ക് ഞാനിടോ കൊടുത്ത്. ഒരു കുഞ്ഞിന്റെ ഒരു കുപ്പായം വരെ കൊടുത്തിട്ടുണ്ടോ? ഉളുപ്പില്ലാണ്ട് ചിലക്കം പൊന്നിനായിരുന്നു. ഈ ജുബ്ബ ഞാൻ എടുത്ത് തന്നല്ലോ. ജുബ്ബ ഇനിയിപ്പോ പടത്തിന്റെ പേരിൽ വാങ്ങിച്ചാലേ ജുബ്ബ? എന്റെ കൊട്ടേഷൻ പിള്ളേർ തിയേറ്ററിൽ പോയി സിനിമ ഉണ്ട് എന്നിട്ട് എന്നെ വിളിച്ചു ചോദിക്കുക, വവ്വാലൊക്കെ പറക്കുന്ന സമയത്ത് ഇതൊരു ഫീലും കിട്ടുന്നില്ല, കമ്പ്യൂട്ടറാന്ന് മുമ്പേ പറഞ്ഞില്ലേ, കുറെ ഇന്റർവ്യൂവിൽ പോയി ചലച്ചില്ലല്ലോ. ഓലെ മുമ്പ് പെടണ്ട കേട്ടോ. ഇത് കണ്ടോ, സിഗരറ്റ് കത്തി തീർന്നു. ആരും ഇപ്പോൾ പടത്തിന് വിളിക്കാത്ത? കുറച്ച് നാൾ മുൻപ് വരെ ഉദ്ഘാടനമെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പം അതിനും ആരും വിളിക്കാണ്ടായി. അടുപ്പിച്ചടുപ്പിച്ച സിനിമ വന്നപ്പോൾ ഞാൻ എല്ലാം സെറ്റായി എന്നാണ് വിചാരിച്ചത്. ഇനിയിപ്പോൾ ആരെങ്കിലും പാര വെക്കുന്നുണ്ടാവും? പാര വെച്ചിട്ട് എന്താ കുട്ടിയെ കാര്യം? അഭിനയിക്കാൻ കഴിവുള്ളവർ കയറി കയറി പോവും, അല്ലാണ്ട് പാര വെച്ചാലൊന്നും ഔട്ടാവുന്ന ഫീൽഡല്ല സിനിമ. നിന്റെ ആ മൂന്നാമത്തെ പടം ഹിറ്റായപ്പോൾ ഡയറക്ടർ മന്മോഹൻ സാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാ, സുഗത അടുത്തെൻ്റെ പടത്തിൽ നിന്റെ മോളാണ് നായിക. ഇപ്പം അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ചെന്നിട്ട് ഓർമ്മിച്ചു, സാറേ നമ്മുടെ മോളുടെ കാര്യം. അപ്പം എടുത്ത വഴിക്ക് പറഞ്ഞു, മോൾക്ക് ഇപ്പോൾ നെഗറ്റീവ് ഇമേജാണ്, നല്ല അഭിപ്രായങ്ങളില്ല, മോളെ വെച്ച് പടം എടുക്കാൻ പ്രൊഡ്യൂസർക്ക് ധൈര്യമില്ലാന്ന്. അല്ല, സാറ് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. ഈ ഓൺലൈൻ മീഡിയക്കാർ ഇന്റർവ്യൂ പറഞ്ഞിങ്ങോട്ട് വരുമ്പോഴേക്കും അങ്ങോട്ട് ചെന്നിരുന്നിട്ട് വള 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 എന്നങ്ങോട്ട് പറയില്ലേ. പിന്നെ നിന്നോട് ആരാ രാഷ്ട്രീയം പറയാൻ പറഞ്ഞ്? അവർ പല ചോദ്യം ചോദിക്കും. രാഷ്ട്രീയം പറയാൻ നിനക്ക് രാഷ്ട്രീയം അറിയോ? എന്നിട്ട് ആ ഇന്റർവ്യൂ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ വരുന്ന കമന്റുകൾ വായിക്കണം. ഇതൊക്കെ ഈ സിനിമാക്കാരും നാട്ടുകാരൊക്കെ വായിക്കല്ലേ, അപ്പൊ നിന്നെ കുറിച്ച് അറിയല്ലേ. അത് പോട്ടെ, അതിലിടയ്ക്ക് ഒരുത്തൻ എന്നെ കുറിച്ച് എഴുതിയേക്കുന്നു. മക്കളെ നോക്കി വളർത്താൻ അറിയാത്ത തന്തമാർക്ക് മക്കൾ ജനിച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നു. സൂപ്പർ സ്റ്റാർ സത്യശീലന് ന്യൂ ജനറേഷൻ താരങ്ങളോട് പറയാനുള്ളത്. സാർ ഇപ്പം സിനിമയിൽ എത്തിയിട്ട് 35 വർഷമായി. ഇങ്ങനെ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ പുതുതായിട്ട് ഓരോ ദിവസവും എത്തുന്ന ഒരു ഇൻഡസ്ട്രിയിൽ സാറിന് എങ്ങനെയാണ് ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിലനിൽക്കാൻ കഴിയുന്നത്? ഒന്നാമത് ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ല, ഞാനൊരു നടനാണ്. പുതിയ കഥാപാത്രങ്ങളും പുതിയ കഥാസന്ദർഭങ്ങളും ഒക്കെ നന്നായി അഭിനയിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിന് പറ്റുന്ന കഥാപാത്രങ്ങളെയും സംവിധായകരെയും ഒക്കെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം, സിനിമയുടെ കൗതുകം നിലനിർത്താൻ പലപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുവേദികളിൽ പൊതുവെ പങ്കെടുക്കാറില്ല, അനാവശ്യമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ കൊടുക്കാറില്ല, പിന്നെ ലൊക്കേഷൻ വീഡിയോകൾ പരമാവധി ഒഴിവാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന സിനിമയുടെ കഥാപാത്രങ്ങൾ കൃത്യമായിട്ട് ആളുകൾക്ക് കഥാപാത്രമായി തന്നെ കാണാൻ പറ്റും. മുമ്പൊക്കെ എങ്ങനെയാണ് സിനിമ ഇറങ്ങിക്കൊണ്ടിരുന്നത്? സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ചോ കഥാപാത്രങ്ങളെക്കുറിച്ചോ ഒന്നും പ്രേക്ഷകർ അറിയുന്നില്ല. അറിയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് സിനിമ, എന്താണ് കഥാപാത്രം എന്നൊക്കെ അറിയാനുള്ള ഒരു ആകാംക്ഷ, ഒരു കൗതുകം ജനങ്ങളിലുണ്ടാകും. ഇപ്പൊ നേരെ തിരിച്ചാ. ഇപ്പൊ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് എന്താണ് കഥ, എങ്ങനെയാണ് ആ സീൻ ചിത്രീകരിച്ചത്, എവിടെയൊക്കെയാണ് പിന്നെ സെറ്റ് ഇട്ടത്, എങ്ങനെയാണ് സെറ്റ് ഇട്ടത്, എത്ര കോടികൾ ചെലവാക്കി സെറ്റ് ഇട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടും. അപ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സിനിമ കാണാനുള്ള കൗതുകം കുറയും. പിന്നെ ജനങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, സിനിമ കാണണമെങ്കിൽ ഈ ഒരു കൗതുകം നമ്മളെപ്പോഴും കീപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കാറ്. സാറിനിപ്പം യുവതാരങ്ങളോട് സാറിനൊരു മെസ്സേജ് കൊടുക്കാനായിട്ട് എന്താണ് പറയാനുള്ളത്? പുതിയ ആളുകളോട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും പറയാനില്ല. അതായത് പുതിയ ആളുകൾ എല്ലാവരും നല്ല കഴിവുള്ള ആളുകളാണ്. എന്നേക്കാൾ നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്.
പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂകൾ കൊടുത്തും സോഷ്യൽ മീഡിയയിലെ അഭിപ്രായങ്ങൾ പറഞ്ഞും ആളുകളുടെ മുമ്പിൽ നമ്മൾ കോമാളികളാവാതിരിക്കുക. അഭിനയിക്കുന്ന ആളുകൾ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക, നല്ല വേഷങ്ങൾ ചെയ്യുക, നല്ല സിനിമകൾ ചെയ്യുക, അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പിന്നെ നമ്മൾ എന്ത് പറയുന്നു, എങ്ങനെ പറയുന്നു എന്നൊക്കെ ഉള്ളത് പ്രേക്ഷകരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രേക്ഷകരാരും വിഡ്ഢികളല്ല എന്നുള്ളതാണ്. അത് ന്യായം. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പൊ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.